ദേ ഈ ചട്ടിയിൽ കിടന്ന് പൊരിയുന്ന മീനിന് പിന്നെ ഒരു കഥയുണ്ട് കേട്ടോ. കഥയെന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര കഥയാണ്. വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു സാധാരണ നമ്മുടെ മലയാളികളുടെ എല്ലാ വീട്ടിലും ഈ മീൻ വറുക്കുന്നത് ഒരേ രീതിയിലായിരിക്കും. അതായത് എന്താ, ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീൻ വറുത്തെടുക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ക്ലീനാക്കി വെച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് ചതച്ച് ബാക്കി പൊടികളൊക്കെ ഇട്ടൊന്ന് മീൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക, അമ്മ വന്നിട്ട് ഇതിനെ വറുത്തെടുക്കാമെന്ന്. ഞാൻ ഓക്കെ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് ഈ വീഡിയോയിൽ കാണും പോലെ എന്താ തൈരും വലിയ ജീരകവും പിന്നെ എന്താ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മാത്രം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാനുള്ളൊരു മടി കാരണമാണ് ഞാൻ സത്യത്തിൽ അതൊന്നും ചേർക്കാത്തത്. പകരം തൈര് കണ്ടപ്പോൾ തൈരെടുത്തൊഴിച്ചു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇത് അമ്മ കണ്ടുപിടിച്ചു ഇതിൽ തൈരാണ് ചേർത്തതെന്ന്. പിന്നെ വീട്ടിലൊരു ബഹളമായിരുന്നു, നീ എന്തിനാ മീനിൽ തൈര് ചേർത്തത്, തൈര് ചേർത്തൂടാ, വിരുദ്ധ ആഹാരമല്ലേന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചു, അപ്പോൾ ഈ ചോറിൻ്റെ ഒപ്പം നമ്മൾ മീനും പിന്നെ പുളിശ്ശേരിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അത് വിരുദ്ധ ആവൂലേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഈ ബിരിയാണിയുടെ ഒപ്പം ബിരിയാണിയുടെ ഒപ്പം ഈ തൈരൊക്കെ കൂട്ടി കഴിക്കുന്നില്ലേ? അങ്ങനെ വീട്ടിലൊരു വലിയ ബഹളമായിരുന്നു. എനിക്കറിയില്ല കേട്ടോ ശരിക്കും ഇനി ഇത് വിരുദ്ധ ആഹാരമാണ് എന്നുള്ളത് അറിയാമെങ്കിലും ഇത് കഴിക്കുന്നത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അറിയാമെന്നുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷെ ഞാനിത് കഴിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടായിട്ടില്ല. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നിയത്. ഇടിക്കണ്ട, പൊടിക്കണ്ട, ചതയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഉള്ള പൊടി എടുത്തിടുക, മിക്സ് ചെയ്യുക, തൈരുണ്ടെങ്കിൽ അതോടെ ചേർക്കുക, എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇത് ഈ കറിവേപ്പില കൂടെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അതൊരു ഫ്ലേവർ കൂടെ കിട്ടും. എന്നിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുക, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയ ഒരു പരീക്ഷണത്തിൽ നിന്ന് നല്ലൊരു വിജയകരമായ റെസിപ്പി ആയിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റു വിരുദ്ധത്തിൻ്റെ കാര്യം, വിരുദ്ധ ആഹാരമാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് അറിയാമെങ്കിൽ അതുകൂടെ നിങ്ങൾ പറയുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.